അഹാനയുടെ കൂടെ ആർക്കും കിടക്കാൻ താല്പര്യമില്ല, അതിനൊരു കാരണമുണ്ട് എന്ന് കേട്ടു. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പില്ലോ വെക്കണം. അപ്പൊ തന്നെ ബെഡിന്റെ സൈസ് തീരും. ഞാനിങ്ങനെ എന്നെ തന്നെ കംഫർട്ടബിൾ ആക്കിയാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അമ്മു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നോണ്ട് ആ ബെഡിൽ 2-3 പേർക്ക് കിടക്കാം. അമ്മു ഒറ്റ കിടന്ന ബെഡിൽ ഒരാൾക്ക് കിടക്കാൻ പറ്റും. അത്രയും BMW ഒക്കെ ഓടിച്ച നടക്കുന്നു, പക്ഷെ വീട്ടില് തറയിൽ മെത്തയിട്ടാ കിടക്കും. നമ്മളൊരു സ്ഥലം വൃത്തിയാക്കുമ്പം എല്ലാ കുപ്പയും കൂടി എടുത്ത് എങ്ങോട്ടെങ്കിലും കുത്തിക്കയറ്റി വെച്ച് ജസ്റ്റ് ഇത്ര ഒരു ബ്ലോക്ക് ക്ലീൻ ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല. എനിക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥം ഉണ്ടാവും. നമ്മൾ 360 ഡിഗ്രി ആയിട്ട് അത് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പ്രാന്ത് എനിക്കുണ്ട്. സത്യത്തിൽ ഇപ്പൊ ഈ അഹാന വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള മറ്റേ അമ്മു പോയി എത്തും, അയ്യോ സാധനങ്ങള് അതടക്കാറുണ്ട്. എന്റെ മിക്സി, എന്റെ ഗ്രൈൻഡർ, അതാണ്. ഇപ്പൊ ചേച്ചി അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ പരിപാടികളിലും ഒരു ശ്രമം നടത്തിയാലോ എന്ന് ചിന്തിക്കാറുണ്ടോ? അതിന് കഴിവ് വേണമല്ലോ. നമ്മൾ ചുമ്മാ ആലോചിച്ചാൽ മാത്രം പോരല്ലേ. എനിക്കിപ്പോ അതിനുള്ള കഴിവൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അമ്മൂന് അത് ഉണ്ടെന്ന് അമ്മു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നലിൽ നിന്ന് പൂക്കളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഡിറക്ഷൻ കുറച്ച് എളുപ്പമായോ? എനിക്ക് തോന്നൽ ചെയ്യുമ്പം കാര്യങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയോ എനിക്ക് പൂക്കൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രോമിനന്റ് ഡിഫറൻസ് ഇല്ല. അന്ന് ഓക്കെ ആയിരുന്നു. മനസ്സു നിറയെ കളി